ഇനി നരച്ച മുടി കണ്ടിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നരച്ച മുടീനെ കട്ടക്കറുപ്പാക്കാനും മുടിയൊക്കെ ആർത്ത് കിളക്കാനും നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാനും ഇത് മാത്രം മതി. ഇത് കൊണ്ടൊന്ന് തൊട്ടാൽ തന്നെ നമ്മുടെ നരച്ച മുടി എന്തോരം ഉണ്ടെങ്കിലും അത് കറുപ്പാകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. നമ്മൾ വീട്ടിലെല്ലാവരും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുക്കളയിലുള്ള ഒരു സൂത്രം മാത്രം മതി കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യമേ ഇതൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് തേയിലയുടെ വാട്ടർ അല്ലെങ്കിൽ കോഫി വാട്ടർ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ കോഫിപ്പൊടിയാണ് എടുക്കുന്നത്. പൊടിയൊന്ന് അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഇതുപോലെ വാട്ടറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്നാക്കി നല്ല കട്ടിക്ക് നല്ല രീതിയിൽ തന്നെ ഡാർക്ക് ഷെയ്ഡിലാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ രീതി കോഫിയാണ്, നമ്മുടെ ബ്രൂ കോഫിയാണ്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. കാപ്പിപ്പൊടി എടുക്കരുത്. അതൊരു ബൗളിലേക്ക് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം. ഇനി അടുത്തൊരു ബൗൾ എടുക്കുക. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഹെന്ന പൗഡറാണ് കേട്ടോ. അപ്പോൾ ഹെന്ന പൗഡർ ഇതിൻ്റെ അകത്തിട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തതിന് അപ്പോൾ ഞാൻ ഇവിടെ ഹെന്നാപ്പൊടി ഹിമാലയയുടെ ഹെന്നാപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഹെന്നാപ്പൊടി വേണേലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല റിസൾട്ടാണ് ഹിമാലയയുടെ. ഞാനപ്പോൾ നമുക്ക് പിന്നെ റെഡ് കളറോ ഒന്നും വരത്തില്ല. റെഡ് കളറ് അതുപോലെ തന്നെ ചെമ്പിക്കത്തില്ല, ഓറഞ്ച് കളറൊന്നും നമ്മുടെ മുടി പിടിക്കത്തില്ല. നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്കാണ് നമ്മുടെ നരച്ചുമുടി കിട്ടുന്നത്. അപ്പോൾ 2 ടീസ്പൂണോളം ഞാൻ ഹെന്നാപ്പൊടി എടുക്കുന്നുണ്ട്. ആ ഒരു ഹെന്നാപ്പൊടിയിലേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കോഫി വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൊടി വാട്ടർ ഇട്ടില്ലെങ്കിലും കോഫി പൗഡർ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കോഫി വാട്ടർ ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് കോഫിയുടെ വാട്ടർ തന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് തലമുടിയിലേക്ക് തേക്കേണ്ട രീതിയിൽ തന്നെ നിങ്ങളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് കട്ടിയോ ഒരുപാട് ലൂസോ ഒന്നും ആയി പോകാതെ തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ആ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ഈ ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺ സ്റ്റാർച്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണേലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. എനിക്ക് ഇഷ്ടമുള്ള പൊടി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നമ്മുടെ ഹെന്ന മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതെന്തിനാണ് കോൺ സ്റ്റാർച്ച് എന്തിനാണ് ഇതിലിട്ട് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ, ഇത് നമ്മുടെ ഹെന്ന മുടിയും ഇതുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുടിയിൽ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് നല്ല പോലെ നമ്മുടെ മുടിയിരിക്കുക. അങ്ങനെ ഓരോ നരയിലും ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുമ്പോൾ ആ കളറ് നമ്മുടെ ഓരോ മുടിയിലും നല്ലപോലെ പിടിക്കുന്നതായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവറോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തത്. ഇത് നല്ല സിൽക്കി പോലെയല്ല ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കാനും സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല ടിപ്പുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നാച്ചുറലായിട്ടുള്ള ഡൈയിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടുവെച്ച് അതുപോലെ ട്രൈ ചെയ്ത് നോക്കും. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. കെമിക്കലൊന്നും മേടിച്ച് തലയിലടിച്ച് പണി വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നിസ്സാരമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതൊക്കെ ഇച്ചിരി കഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ മുടി നല്ലപോലെ കിളുക്കാനൊക്കെ സഹായിക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം കണ്ടു നോക്കും. അപ്പോൾ നരച്ച മുടി ഒന്ന് കാണുമ്പോൾ തന്നെ ചില വീട്ടമ്മമാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു ടെൻഷൻ വരും. അപ്പോൾ മുടി നരച്ച് പോയല്ലോ, നമ്മൾ പ്രായമായി പോയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ മുടി നരച്ച മുടിയെ കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇത് കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ 1 ഹവറെങ്കിലും വെച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമൊന്നുമില്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും നിങ്ങളുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് സാധാ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക. എണ്ണമയം ഇല്ലാത്ത മുടി വേണം ഇത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഷാമ്പോ സോപ്പ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, എണ്ണ പുരട്ടാനും പാടില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ടിപ്പുകളായിട്ട് വരുന്നതായിരിക്കും. അതുവരെയും